പുറത്ത് കർക്കിടക മാസം മഴകളിങ്ങനെ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കർക്കിടകത്തിന് മാറ്റങ്ങളും വന്നിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം മാസത്തിലൊരു 3 ദിവസം എനിക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. കാരണം പണികളൊന്നും ചെയ്യണ്ട. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പാടില്ല. പുറത്ത് നല്ല മഴയുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരുമാതിരി ജയിലിൽ നിന്ന് സെല്ലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നിരീക്ഷിക്കുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. കാരണം ജനലിനുള്ളിലൂടെ കണ്ട് ഞാൻ എന്നോട് തന്നെ സംസാരിച്ച്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, കുറേ സങ്കടങ്ങളുണ്ടാവും, കുറേ സന്തോഷങ്ങളുണ്ടാവും. വന്നവരും പോയവരുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന 2-3 ദിവസങ്ങളാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു എല്ലാ മാസവും ഒരു 2-3 ദിവസം ഞാൻ എനിക്കായിട്ട് മാത്രം കരുതി വെക്കുന്ന ഒരു 3 ദിവസമാണ്. കാരണം ആരും അനുവാദം തരാത്തത് കൊണ്ടാണ്. റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ അനുവാദമില്ല. ഇനിയിപ്പോൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് പാടത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ നല്ല അസൽ മഴയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ നന്നായിട്ട് വയറുവേദന, പ്രത്യേകിച്ച് ആ ടൈമിൻ്റെ 2-3 ദിവസം മുമ്പ് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. അതൊന്ന് മാറിയപ്പോഴത്തേക്കും നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല ചൂട് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല പഴം പുഴുങ്ങിയതുമാണ് ഇന്ന് തന്നിട്ടുള്ളത് കേട്ടോ. കാരണം ആ ദിവസങ്ങളിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണ്ടേ. നല്ലേ ഈ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് എന്താ പറയുക, ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തിയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്താണ്, എങ്ങനെയാണ്, ഇനിയിപ്പം നാളത്തെ ദിവസവും വരുമ്പോൾ എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന തിരക്കിലാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതാകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കുറേ ചിന്തകളിലേക്ക് പോവില്ല. അതുപോലെ ഞാനും ചിന്തിച്ചിരിക്കുകയാണ്, എന്തെന്നില്ലാത്ത ചിന്തകൾ. ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഞാൻ എന്തെങ്കിലും മിക്കവാറും ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കഥ എഴുതാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ മാത്രം കഥകൾ എഴുതേണ്ടി വരും മിക്കവാറും. അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എഴുതാൻ മാത്രമുള്ള കഥയ്ക്കുള്ള ആളുകളും അല്ലെങ്കിൽ സംഭവങ്ങളും സംഭവ വികാസങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പോയവരും വന്നവരും ഒക്കെ പാതി വഴിയിൽ നിർത്തിപ്പോയവരും ഇടക്കാലങ്ങളിൽ വന്ന് ചേക്കേറിയവരും ഒക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈ പ്രായത്തിനകത്ത് കുഞ്ഞുനാൾ മുതൽ ഈ പ്രായം വരെ നമ്മൾ കണ്ടുമുട്ടിയവരും ചേർത്ത് പിടിച്ചവരും അകറ്റി നിർത്തിയവരും സങ്കടം തന്നവരും സന്തോഷം തന്നവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ പിന്നെ അതൊരു കഥയാക്കി മാറ്റാമെന്ന് വിചാരിച്ചാൽ അപ്പം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.